ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ടെൻഡർ കോക്കനട്ട് സൂഫ്ലെ റെഡിയാക്കിയാലോ. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ എല്ലാം വേറൊരു വേർഷൻ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ചൈന ഗ്രാസ് എടുത്തിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് സോക്കായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ അതൊന്ന് മെൽറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം നമുക്കിത് വേറൊരു പാനിലോട്ട് നമ്മുടെ ഇളനീരിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതൊന്ന് അരിച്ചിട്ട് വയ്ക്കുക. എന്നിട്ട് അതിലൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ അതിങ്ങനെ തിളച്ച് വരുന്ന സമയം മെൽറ്റ് ചെയ്തിട്ടുള്ള ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ കോക്കനട്ട് ജെല്ലി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അത് ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ജെല്ലി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് തിന്നായിട്ടാണ് വേണ്ടത്, ഒരു നേരിയ അധികം കട്ടി വേണ്ട. അതുകൊണ്ട് ഞാനിതൊരു 3 പാത്രത്തിലോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് ഈ ഒരു കട്ടിയെന്ന് ഉണ്ടാവാൻ കണ്ടോ. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ളത് വേറെ 2 പാത്രത്തിലും കൂടി ഒഴിക്കുന്നുണ്ട്, അധികം തടി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ശരിക്കൊരു 3 ഇളനീരെങ്ങാനും വാങ്ങിച്ച് ആദ്യം കൊത്തി അതിലൊരു തേങ്ങയില്ലായിരുന്നു. വീണ്ടും അടുത്തതും പൊട്ടിച്ച് നോക്കി അതിലൊന്നുമില്ല. അങ്ങനെ 3-ാമത്തേൽ നിന്നാണ് കുറച്ച് വെള്ളം കിട്ടിയത്. ശരിക്കും ഇതിന് ഇളനീരിൻ്റെ പൾപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടി, നമ്മുടെ ഒരു തേങ്ങയാവുന്ന ഒരു പരുവം ഉണ്ടാവില്ല ഇളനീർ മാറി, ആ ഒരു ഇതിലുള്ള തന്നെ വേണം. അല്ലാണ്ട് ഭയങ്കര ഇങ്ങനെ ഇളനീരിൻ്റെ ആ ഒരു ഇതല്ല വേണ്ടത്. ഇതേപോലെ കുറച്ച് കട്ടിയുള്ളതാണ് വേണ്ടത്. ഇത് എടുത്തിട്ട് ഒരു കപ്പ് വേണം, അത് മിക്സിയിലേക്ക് ഇടുക. പിന്നെ 1 കപ്പ് പാലും 1 കപ്പ് മിൽക്ക് മെയ്ഡും പിന്നെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളവിടെ ജെല്ലി സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. 3 പാത്രത്തിലാക്കിയിട്ട് ഇതൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അതും ഫ്രിഡ്ജിൽ വെക്കാം. ഇതിപ്പോൾ ഞാനിത് ജെല്ലി സെറ്റായി പിറ്റേന്ന് രാവിലെ ഇത് എടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ചെറിയ ക്യൂബ്സായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇങ്ങനെ കുഞ്ഞു പീസായിട്ട് ഇതാകുമ്പോൾ കടിക്കാനും നല്ല ഉണ്ടാവും. അധികം വലുതാവാണ്ടിരുന്നാൽ ഇതേപോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ തണുക്കാൻ വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ ക്രീം മിക്സ്ചർ, അതിലോട്ട് ഈ ജെല്ലി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വേണം ജെല്ലി അത്ര ഇടാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രവും പിന്നെ വേറെ ഒന്ന് ചെറുതിലാക്കിയിട്ടില്ല, ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റാണ് കുടിക്കാൻ, പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. നല്ല ഇളനീരെല്ലാം കിട്ടിയതാണെങ്കിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാം. വേറെ സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഒരു ക്രിസ്റ്റൽ പോലെ ഉണ്ട് കാണാൻ. ഇനിയിപ്പോൾ അതും കൂടി ഇതിലോട്ടിട്ടിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.